പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 121 സങ്കീർത്തനം, കർത്താവിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ കാവൽക്കാരൻ. 121 സങ്കീർത്തനം. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ ഉറക്കം തോന്നിയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഹല്ലേലൂയ. മനോഹരമായിട്ടുള്ളൊരു തിരുവചന ഭാഗമാണ് ഈ സങ്കീർത്തനം. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. പ്രിയമുള്ളവരെ, നമ്മൾ സഹായത്തിനായി കണ്ണുകൾ ഉയർത്തേണ്ടത് കർത്താവിൻ്റെ പക്കലേക്കാണ്. ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മൾ മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്. നമ്മളുടെ സമ്പത്തിലോ നമ്മളുടെ സ്ഥാനമാനങ്ങളിലോ നമ്മുടെ ജോലിയിലോ നമ്മളുടെ ആൾബലത്തിലോ ഒന്നുമല്ല നമ്മൾ ആശ്രയിക്കേണ്ടത്. നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവിലാണ്. കർത്താവിലേക്കാണ് നമ്മൾ കണ്ണുകൾ ഉയർത്തേണ്ടത്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് വരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ണുകൾ ഉയർത്തേണ്ടത് കർത്താവിലേക്ക്. കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തിയാൽ ഉറപ്പായും നമ്മുടെ സഹായത്തിനായി കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും. കാരണം നമ്മുടെ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവരാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഉണ്ടാകട്ടെ എന്നുള്ളൊരു വാക്കുകൊണ്ട് സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചവരാണ് നമ്മുടെ ദൈവം. ആ കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ സഹായത്തിന് വേണ്ടി കണ്ണുകൾ ഉയർത്തുമ്പോൾ, കർത്താവിലേക്ക് നമ്മൾ ആശ്രയിക്കുമ്പോൾ, ദൈവത്തിൽ നമ്മൾ ശരണം വയ്ക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾക്ക് വേണ്ടുന്ന എല്ലാം ആത്മീയവും ഭൗതികമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളും നിറവേറ്റാൻ കർത്താവ് ശക്തനാണ്. അവിടത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, അവിടെ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ അവിടെ 40-ാം തിരുവചനം, യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ചോദിക്കുന്നത് എന്തും, വിശ്വാസത്തോടെ നമ്മൾ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നമ്മുടെ സഹായത്തിനായി കർത്താവ് നമ്മുടെ അരികിലേക്ക് വരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക. മർത്തയോടാണ് കർത്താവ് പറഞ്ഞത്, മർത്ത നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ്, പ്രിയമുള്ളവരെ, സർവശക്തനാണ്. സർവ്വത്തിൻ്റെ മേലും ആധിപത്യമുള്ളവനാണ്. സർവത്തിൻ്റെ മേലും അധികാരവും സകലത്തെയും സൃഷ്ടിച്ചവനാണ് നമ്മുടെ ദൈവം. ആ കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് നമ്മൾ കണ്ണുകൾ ഉയർത്തേണ്ടത്, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യാചിക്കേണ്ടത്. വീണ്ടും സങ്കീർത്തകൻ പറയുകയാണ്, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് ഒരു ഉറക്കം തൂങ്ങാതെ എന്ന് പറഞ്ഞാൽ രാവും പകലും നമ്മൾ ഓരോരുത്തരെയും തൻ്റെ ഉള്ളം കരത്തിൽ കാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയുള്ളൊരു വ്യക്തി വേറെ എവിടെയെങ്കിലും ഉണ്ടോ ലോകത്തിൽ? പ്രിയമുള്ളവർ, അത് ദൈവമായ കർത്താവ് മാത്രമാണ്. കർത്താവ് മാത്രമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. കർത്താവ് മാത്രമാണ് നമ്മളെ എപ്പോഴും തൻ്റെ ഉള്ളം കരത്തിൽ, വലത് കരത്തിൽ നമ്മളെ താങ്ങി നിർത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഇത്ര വലിയ അനുഗ്രഹം കിട്ടിയ മറ്റ് ശ്രേഷ്ഠ ജനത വേറെ ആരുമില്ല. കർത്താവ് നമ്മളുടെ അരികിലുള്ളപ്പോൾ, കർത്താവ്
ഉറക്കം തൂങ്ങാതെ നമ്മളെ കാത്തുരുപാലിക്കുമ്പോൾ, കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് പിന്നെ ഭയപ്പെടേണ്ടത്? പ്രിയമുള്ളവരെ, നമ്മൾ സഹായത്തിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ, നമ്മൾ അനുഗ്രഹിക്കാനായി കടന്നു വരുന്ന ദൈവം, നമ്മൾ ഉറങ്ങാതെ ചിന്മാതെ പോലും നമ്മളെ കാത്തുരുപാലിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട. പ്രിയമുള്ളവർ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വായിക്കാം യെശയ്യാ പ്രവചനം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. 43-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പേര് ചൊല്ലിയാണ് കർത്താവ് വിളിക്കുന്നത്. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവരെ, യാക്കോബും ഇസ്രായേലും ദൈവത്തിൻ്റെ ജനമാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ഇന്ന് നമ്മളെ നോക്കിയാണ് കർത്താവ് പറയണത്. നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും നമ്മൾ ഓരോരുത്തരെയും പരിപാലിക്കുകയും ചെയ്യുന്ന കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പേര് കർത്താവിൻ്റെ ഉള്ളം കരത്തിലുണ്ട്. എന്നിട്ട് കർത്താവ് പറയുക, നീ എന്തിനാണ് ഭയപ്പെടേണ്ടത്? വീണ്ടും 2-ാം തിരുവചനം പറയുന്നു, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മൂടിക്കളയുകയില്ല, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നിന്റെ മോചന ദ്രവ്യമായ ഈജിപ്തും നിനക്ക് പകരമായി എത്യോപ്യക്കാരും സെബാനിയും ഞാൻ കൊടുത്തു. 4-ാം തിരുവചനം നമുക്ക് ശ്രദ്ധിക്കാം. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. സമുദ്രത്തിലൂടെ നടന്നാലും തീയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കില്ല, നീ സമുദ്രത്തിൽ മുങ്ങിപ്പോവുകയില്ല, ജ്വാല നിന്നെ മൂടിക്കളയുകയില്ല, വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കടന്നു പോകുന്ന ഓരോ അഗ്നിശോധനകള്, പരിശോധനകള്, സഹനങ്ങള്, തീജ്വാലകള്, കൊടുങ്കാറ്റ് പോലെ കടന്നു വരുന്ന ചില മഹാമാരികള്, ചില വെള്ളപ്പൊക്കം പോലെ കടന്നു വരുന്ന സമുദ്രങ്ങള്, മുങ്ങിപ്പോകുന്ന അവസ്ഥകള്, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും മുങ്ങിപ്പോകുന്ന അവസ്ഥകൾ വന്നാലും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, അവിടുന്ന് തണലേകാൻ നിന്റെ വലതു ഭാഗത്തുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. കർത്താവിൻ്റെ വചനം പറയുക, നീ ഭയപ്പെടേണ്ട, നീ ഒരിക്കലും ഭയപ്പെടേണ്ട. നീ സഹായത്തിന് വേണ്ടി കണ്ണുകൾ ഉയർത്തേണ്ടത് മനുഷ്യരുടെ മുമ്പിലേക്കല്ല, ദൈവമായ കർത്താവിൻ്റെ മുമ്പിലേക്കാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? സങ്കീർത്തകൻ പറയുക, കർത്താവിൽ നിന്ന് വരും. കർത്താവാണ് നമ്മുടെ കാവൽക്കാരൻ. ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാ പ്രവചനം 43:5 പഠിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കത്തട്ടെ. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അവിടെ നിന്ന് ആരെല്ലാം നമ്മളിൽ നിന്ന് അകന്നു പോയാലും, പ്രിയപ്പെട്ടവരോ ഉറ്റവരോ ഉടയവരോ അവരൊക്കെ നമ്മളിൽ നിന്ന് അകന്നു പോയാലും അവർക്ക് സഹായിക്കാൻ പറ്റാത്ത പല അവസ്ഥകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. എങ്കിലും നമ്മളോട് എപ്പോഴും കൂടെയുള്ള ഒരു ദൈവത്തെ ഞാൻ നിങ്ങൾ തിരിച്ചറിയുക. ആ കർത്താവാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം 30-31 തിരുവചനങ്ങൾ കർത്താവ് പഠിപ്പിക്കുകയാണ്, യുവാക്കൾ പോലും തളർന്നു പോയേക്കാം, ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു, അവർ ഓടിയാൽ ക്ഷീണിക്കില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം കർത്താവാകട്ടെ. യുവാക്കന്മാരും യുവതികളും തളർന്നു പോയേക്കാം, ക്ഷീണിച്ചു പോയേക്കാം. ഈ കാലഘട്ടത്തിൽ വിളി ലഭിച്ച അനേകർ തളർന്നു പോയേക്കാം. പ്രിയമുള്ളവരെ, ആത്മീയമായും ഭൗതികമായും പലരും തളർന്നു പോയേക്കാം, വിശ്വാസ ജീവിത ഓട്ടത്തിൽ തളർന്നു പോയേക്കാം. എങ്കിലും കർത്താവിൽ ആശ്രയിക്കുന്ന ഞാനും നിങ്ങളും, പ്രിയമുള്ളവരെ, നമ്മുടെ ആശ്രയം കർത്താവാണെങ്കിൽ, നമ്മൾ നോക്കുന്നത് കർത്താവിലേക്കാണെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവവചനം പഠിപ്പിക്കുകയാണ്, അവിടുന്ന് കഴുകന്മാരെ പോലെ നമ്മളെ ചിറകടിച്ചു വീഴ്ത്തും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, അവർ നടന്നാൽ തളരുകയുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും കർത്താവിലേക്ക് സമർപ്പിക്കാം. ദൈവവചനത്തിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് വളരാം. ഇതിനായിട്ടുള്ളൊരു കൃപ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ.